നമസ്കാരം, ഷാഫി ദ വാട്സപ്പ് എക്സ്പെർട്ട്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ നോക്കുന്നത് ഇവന്റ് പ്ലാനേഴ്സ്, അതുപോലെ കാറ്ററിംഗ് കമ്പനീസ്, വെഡ്ഡിംഗ് പ്ലാനേഴ്സ്. അതായത് ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടാവും. ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾ, വെഡ്ഡിംഗ്, അതുപോലെ കാറ്ററിംഗ് അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളും അവർക്കുള്ള സൊല്യൂഷൻസ് ഒക്കെയാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഹൈ കോമ്പറ്റീഷൻ ഉണ്ട്. തീർച്ചയായിട്ടും നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. നല്ല മാർക്കറ്റ് അത്രയും കോമ്പറ്റീറ്റീവ് ആണ്. സിമിലർ സർവീസാണ് പല കമ്പനികളും ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് വെച്ചാൽ ഈ കോമ്പറ്റീഷൻ നമുക്ക് വേറിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ സീസണാലിറ്റിയാണ്. പല ഇവൻറ്റുകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും സീസൺ ബേസ്ഡ് ആയിട്ടൊക്കെയാണ് വരുന്നത് പല സ്ഥലത്തും. ഇപ്പോൾ സപ്പോസ് നമുക്ക് കല്യാണങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ എല്ലാ സമയത്തും നടക്കുന്ന രൂപത്തിലല്ല നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലല്ല. പല മതപരമായിട്ടുള്ള പല സംഗതികൾ കൊണ്ടും അല്ലാതെ ഇപ്പോൾ മഴ, ചൂട്, ഇങ്ങനെയൊക്കെ പല ഇതുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പല സമയത്തും ഇവൻറ്റുകളൊക്കെ കുറവും കൂടുതലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആളുകൾക്ക് ബജറ്റ്, പല കൂടിയ ബജറ്റും കുറഞ്ഞ ബജറ്റും ഒക്കെ. അപ്പോൾ കുറഞ്ഞ ബജറ്റിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ബജറ്റിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇതിനൊക്കെ നമുക്ക് തരം തിരിച്ച് കൊണ്ടുവരണം. പിന്നെ സ്വാഭാവികമായിട്ടും ക്ലയൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻസ് കൂടുതലാണ്. അവർക്ക് എന്തൊക്കെ സർവീസസ് കിട്ടും, എങ്ങനെയൊക്കെ കിട്ടും എന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത്. പിന്നെ മാർക്കറ്റിംഗ് നമുക്ക് ഇതിൽ ഉപയോഗപ്പെടുത്തുക, ഇതിൻ്റെ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ് എന്ന് പറയുന്നത് ശരിയായ രൂപത്തിൽ മാർക്കറ്റിംഗ് ചെയ്യാത്തത് കൊണ്ടാണ്. കൂടാതെ ഇതിലൊക്കെ കുറേ പാർട്ടീസ് ഇൻവോൾവഡ് ആണ്. ഇപ്പോൾ സപ്പോസ് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറേ പാർട്ടികൾ, എല്ലാതും ആ ഒരു ഇവൻറ്റ് കമ്പനി അല്ല ചെയ്യുന്നത്. പലവരെയും നമ്മൾ സബ് കോൺട്രാക്ട് കൊടുത്തിട്ടും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ വെൻഡേഴ്സ്, സപ്ലയേഴ്സ് ഒക്കെ പല ആളുകളായിരിക്കും. അപ്പോൾ ഇവരൊക്കെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ തലവേദന പിടിച്ചൊരു സംഭവം തന്നെയാണ്. ട്രെൻഡ്, നന്നായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്. എപ്പോഴും ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ്. നന്നായിട്ട് വർക്ക് ലോഡ് വരുന്നുണ്ട്. അതിപ്പോൾ ഇതിൻ്റെ ഒരു ഓണർക്കാണെങ്കിലും ഇതിൻ്റെ ഒരു ടീമിന് അല്ലെങ്കിൽ ആർക്കാണെങ്കിലും നന്നായിട്ട് വർക്ക് ലോഡ് വരുന്നൊരു സംഭവമാണ്. ഇതിനൊക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ്. ആളുകളുമായിട്ട് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമുക്ക് ലീഡ് ജനറേഷനിൽ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ലീഡ് ജനറേഷൻ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുക. ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വിർച്വൽ അസിസ്റ്റൻറ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ലീഡ് ക്വാളിഫിക്കേഷനും ലീഡ് ജനറേഷനൊക്കെ അതിലൂടെ ആക്കുക. എന്നിട്ട് അതിൻ്റെ സെഗ്മെൻറ്റൈസ് ചെയ്ത്, അപ്പോൾ പലർക്കും പല ആവശ്യങ്ങളായിരിക്കും. ചിലർക്ക് കല്യാണങ്ങളായിരിക്കും, ചിലർക്ക് മറ്റുള്ള ഇവൻറ്റുകളായിരിക്കും, ചിലർക്കും പല ഡേറ്റുകളായിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമുക്ക് ആ ഒരു സംഭവങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്ന രൂപത്തിലും അതിൻ്റെ കാര്യത്തിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാം. പിന്നെ നന്നായിട്ടുള്ള കസ്റ്റമർ സപ്പോർട്ടും കസ്റ്റമർ ഫീഡ്ബാക്കുകളും മറ്റുള്ള മുൻപത്തെ ഇവൻറ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് കണ്ടന്റ് രൂപത്തിൽ കൊടുക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻസും റിമൈൻഡേഴ്സൊക്കെ കൊടുക്കുക. പിന്നെ ഓരോ ഇവൻറ്റുകൾ, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇവൻ്റ് ഒരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക, നമ്മളൊരു ബിസിനസ് ഇവൻ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ, അതിനെക്കുറിച്ചുള്ള പ്രൊമോഷൻസൊക്കെ വാട്സപ്പിലൂടെ നമ്മൾ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വെച്ചാൽ മുമ്പത്തെ ഡാറ്റാബേസും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിംഗ് കോസ്റ്റ് വളരെ കുറക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫീഡ്ബാക്കുകളും ഫോളോ അപ്പും ഒക്കെ കറക്റ്റായിട്ട് ചെയ്യാം. ഇതിന് നമുക്ക് വാട്സപ്പ് ബിസിനസ് API ഉപയോഗിച്ച് ചെയ്യാവുന്നതിന് ഇതിൽ ഒട്ടുമിക്ക സംഭവങ്ങളും. കൂടാതെ നമുക്ക് ഓട്ടോമേഷൻസും, നമുക്ക് 24 hour അവൈലബിൾ ആയിട്ടുള്ളൊരു ബിസിനസ്സായിട്ട് ഇരിക്കുക. കാരണം നമ്മുടെ പാർട്ടീസ് അല്ലെങ്കിൽ നമ്മൾ ആഡുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ആഡുകൾ വരുന്നത് 24 hour ആയിട്ടാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവൈലബിൾ ആയിരിക്കുക. പിന്നെ നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ചെയ്യാം. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ്, ഒരു കല്യാണ സ്ഥലത്തൊക്കെ നിങ്ങളുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് നമുക്ക് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന രൂപത്തിൽ നമ്മുടെ ഒരു CRMലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് എന്തൊക്കെ ചെയ്തിട്ട് ഇവരെ കൊണ്ടുവരാൻ പറ്റും, മാക്സിമം കോൺടാക്റ്റ് എടുക്കാൻ പറ്റും എന്ന രൂപത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സപ്പോസ് ഒരു QR കോഡ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്ത് അത് സ്കാൻ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇവൻറ്റിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ കുറച്ച് ഗിഫ്റ്റോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് അവർക്ക് എൻക്വയറി അയക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യുന്ന രൂപത്തിലോ എല്ലാം ചെയ്യാം. കാരണം ഒരു മിനിമം ഒരു പല ഇവൻറ്റുകളും, ഇപ്പോൾ ഒരു 1000 മുതൽ 10,000 വരെ ആളുകൾ പങ്കെടുക്കുന്ന പല ഇവൻറ്റുകളും ഉണ്ടാവും. ഇതിലൊക്കെ നമുക്കൊരു ഓരോ ഇവൻറ്റിലും അത്രയും നല്ലൊരു പൊട്ടൻഷ്യലായിട്ടുള്ള കോൺടാക്റ്റുകൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു സംഭവമാണ്. നമുക്ക് ഫർദർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരെ ഫർദർ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗപ്പെടുത്തുക. കാരണം അവർ ഇനീഷ്യേറ്റ് ചെയ്തിട്ടാണ് അവിടെ ഒരു മെസ്സേജ് നമ്മൾ കൊണ്ടുവരുന്നത്. നിങ്ങളിപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ കുറേ നമ്പർ എടുത്ത് ബൾക്ക് അയക്കാനൊന്നും കാര്യമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഔട്ട് ഓഫ് ദ ബിസിനസ്സാണ്. നിങ്ങൾക്ക് ഇത്രയും പൊട്ടൻഷ്യൽ ഇവിടെ കിടക്കുകയാണ്.
പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്തുകൂടാ? സപ്പോസ് ഈ ഇവന്റിൽ മറ്റുള്ള ഫീൽഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളെ നിങ്ങൾക്ക് ശരിക്കും മാർക്കറ്റിംഗ് ചെയ്യേണ്ട ഒരു എക്സ്പെൻസ് അവിടെ കുറഞ്ഞു കിട്ടുകയാണ്. കാരണം ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. ഇവിടെ നിങ്ങൾ അവർക്ക് വേണ്ട സംഭവങ്ങൾ പ്ലേസ് ചെയ്താൽ മതി. നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം, ആളുകൾ കാണുന്ന രൂപത്തിൽ എല്ലായിടത്തും നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടന്റുകളൊക്കെ പ്ലേസ് ചെയ്യാം. അവർക്ക് കൂടുതൽ അറിയാൻ ഞാൻ പറഞ്ഞ QR കോഡ് സിസ്റ്റംസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോവുക. അറ്റ് ലാസ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് സെയിലാണ് വേണ്ടത്. അത് സെയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ ഡാറ്റ കിട്ടിയാൽ തന്നെ മതിയാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ ക്ലയൻസിൻ്റെ ഡാറ്റ കിട്ടിയാൽ തന്നെ മതിയാവുള്ളൂ. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് മാക്സിമം ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബേർഡൻ കുറക്കാൻ പറ്റും, നമ്മുടെ വർക്ക് ലോഡ് കുറക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എനിവേ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ഇവന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എനിവേ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.